ഇനി ഇവരായിട്ടാണോ നമ്മൾ ഒന്നിക്കേണ്ടത്? ഇവരായിട്ടാണോ നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ടത്? ഒരിക്കലും സാധിക്കാത്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ട് അയച്ചു, ദൂതനായിട്ട് അയച്ചു. അതിനുശേഷം ഖിലാഫത്ത് എങ്ങനെയാണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ഏത് ഹിജ്രി വർഷത്തിലാണ് ഉണ്ടാവുന്നത്? ഹിജ്രി 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് എത്ര വർഷമാണ് ദഅവ ചെയ്തത്? 10 വർഷം. അതിന് മുന്നേ മക്കയിൽ വെച്ചിട്ട് നുബുവത്തിന് ശേഷം എത്ര വർഷം? 13 വർഷം. മൊത്തത്തിൽ 23 വർഷം. അപ്പോൾ 10-ാം ഹിജ്രി റബിയുൽ അവ്വലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നു. അതിനുശേഷം ആരാണ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോ പലപ്പോഴും ഷിയാക്കളെ ഈ വിഷയത്തിലുള്ള ഖുത്ബകളായിക്കോട്ടെ, ഷിയാക്കളതായിക്കോട്ടെ, സൂഫികളതായിക്കോട്ടെ, റാഫിദികളതായിക്കോട്ടെ, നാസിബികളതായിക്കോട്ടെ, അത് ഈ വിഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തിനെ കുറിച്ചുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷിയാക്കള് പ്രത്യേകിച്ച് അവര് ഹുസൈൻ റളിയല്ലാഹുവിന്റെ വഫാത്തിന് കാരണക്കാരായിട്ട് ആരൊക്കെ പറയും? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മരണത്തിന് കാരണക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ ഖുത്ബകൾ തുടങ്ങുക. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്, വഫാത്താവുന്നത്, ഈ സംഭവം നടക്കുന്നത് 61 ഹിജ്രി വർഷത്തിലാണ്. 61 ഹിജ്രി വർഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ 51 വർഷത്തിന് ശേഷം. അന്ന് അബൂബക്കർ ഇല്ല, ഉമർ ഇല്ല, ഉസ്മാൻ ഇല്ല, അലി ഇല്ല, ഹസൻ ഇല്ല. എന്നാൽ ഹുസൈന്റെ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണക്കാരൻ അബൂബക്കർ ആണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കറിന്റെ മേലെ ലാനത്ത് ചൊല്ലല്. നസ്അലുല്ലാഹി അസ്സലാമു വൽ ആഫിയ, നഊദു ബില്ലാഹി മിൻ ദാലിക്. ലാനത്ത് ചൊല്ലല്. ലാനത്ത് ആരെ മേലെയാണ് അവർ ചെയ്യുന്നത്? അവര് അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും എന്തായിട്ടാണ് കാണുന്നത്? കാഫിറുകളായിട്ടാണ് കാണുന്നത്. അഫ്ദലുൽ ഖൽഖിൽ പെട്ട, ഏറ്റവും അഫ്ദലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽപ്പെട്ട ഈ സഹാബികളെ അവര് കുഫാറുകളായിട്ട് കാണുന്നവരാണ് ഈ റാഫിദികളും ഷിയാക്കളും. ഇനി ഇവരായിട്ടാണോ നമ്മൾ ഒന്നിക്കേണ്ടത്? ഇവരായിട്ടാണോ നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ടത്? ഒരിക്കലും സാധിക്കാത്ത സംഗതിയാണ്. നമ്മളെ ഉലമാക്കൾ ഷെയ്ഖ് സാലിഹ് ഫൗസാനൊക്കെ പറയുന്ന സംഗതിയാണ്, അവരാദ്യം അവരെ അഖീദ നന്നാക്കട്ടെ, എന്നാൽ നമുക്ക് അവരായിട്ട് ഒരുമിക്കുക. അല്ലാണ്ട് ഈ ഒരു വിശ്വാസം വെക്കുന്നവരായിട്ട് നമുക്ക് ഒരിക്കലും ഒരുമിച്ച് വരാൻ പറ്റാത്തതാണ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാരണക്കാരാണെന്ന് പറഞ്ഞിട്ട് ലാനത്ത് ചൊല്ലല്. അബൂബക്കർ എത്ര വർഷം മുന്നേ വഫാത്തായിട്ടുണ്ട്? ഈ സംഭവം 61-ാം ഹിജ്രിയിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്തായത്? എത്ര വർഷം ഖലീഫായിട്ട് നിന്നു? 2 വർഷം. അപ്പോ 10-ാം ഹിജ്രി മുതൽ 12-ാം ഹിജ്രി വരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തായിരുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിർബന്ധമായിട്ട്. എന്തുകൊണ്ട്? ഇവര് ഈ ഖുത്ബകളിലും ഈ പറഞ്ഞ വാതിലൊക്കെ ഇരിക്കുമ്പോൾ അവരെ ചിന്തിക്കാനുള്ള കഴിവും അവരെ ബുദ്ധിയും അതൊക്കെ അവര് ഒഴിവാക്കിയിട്ടാണ് അവരതിൽ ഇരിക്കുന്നത്. അപ്പോ ഇത് മുസ്ലിമുകളെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ മുസ്ലിമുകൾക്കും ഓരോരുത്തർക്കുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പിഴവുകളുള്ളവർക്കുള്ള ചോദ്യമാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിനായിട്ട് എന്ത് ബന്ധം? 12-ാം ഹിജ്രിയിൽ വഫാത്തായ അബൂബക്കർ, അവർക്ക് ഈ 61 ഹിജ്രിയിൽ ഏകദേശം 50 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു സംഗതിയിൽ എന്ത് പങ്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉള്ളത്? പക്ഷെ അവര് അവിടെ ഇത് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ട് ആ സദസ്സിലുള്ള ഷിയാക്കളും റാഫിദികളും ആ സദസ്സിലുള്ള എല്ലാ ആൾക്കാരെ കൊണ്ട് അബൂബക്കറിന്റെ മേലെ ലാനത്ത് ചൊല്ലിപ്പിക്കലാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. എന്നിട്ട് പറയും അവൽ കഴിഞ്ഞിട്ട് അവർക്ക് ഈ ചില സ്ഥലങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എടുക്കാൻ പറ്റൂല, മുസ്ലിം രാജ്യമായിരിക്കാം. ഒരു മുസ്ലിം രാജ്യത്ത് എന്തായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അൽ അവൽ എന്ന് പറയും. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയും അസാനി. ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അവരെ മേലെ ലാനത്ത് ചൊല്ലല്. ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണക്കാരാണെന്ന് പറഞ്ഞിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വഫാത്തായത്? എത്ര വർഷം ഖിലാഫത്തിലുണ്ടായി? 12-ാം ഹിജ്രി മുതൽ 23-ാം ഹിജ്രി വരെ വർഷം വരെ. 23-ാം ഹിജ്രി ദുൽഹിജ്ജയിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്? ആരാണ് കൊല്ലുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് കൊന്നത്? അബൂ ലുഅ്ലു എന്ന് അറിയപ്പെടുന്ന എന്താണ് അയാള്? മജൂസി ആയിരുന്നു. മജൂസി എന്ന് പറഞ്ഞാല് തീനെ ആരാധിക്കുന്നവര്. മജൂസി റാഫിദികളെ കുറിച്ച് എന്താണ് ഉലമാക്കൾ പറയുന്നത്? ഈ ഉമ്മത്തിലത്തെ മജൂസികളാണ് റാഫിദികൾ. അപ്പോ അബൂ ലുഅ്ലു അൽ മജൂസി എന്ന് പറയുന്ന ആള് പേര് ഫൈറൂസ് എന്നാണ്. അബൂ ലുഅ്ലു ഫൈറൂസ് അൽ മജൂസി. അയാള് മദീനയില് ശരിക്കും അന്നത്തെ ആ സമയത്തില് ഉമർ റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തില് ഖിലാഫത്തില് മുസ്ലിമുകളെ അല്ലാണ്ട് വേറെ ആർക്കും എന്തില്ല? ഹറമിലേക്കുള്ള പ്രവേശനം ഇല്ല, മദീനന്റെ അകത്തേക്കുള്ള പ്രവേശനം ഇല്ല. പക്ഷെ ചില സഹാബികൾ എന്താണ്, അവർക്ക് ചില ആൾക്കാർക്ക് ചില പ്രത്യേക സ്കിൽസ് ഉള്ള കാരണം അവരെ അനുവാദത്തോടെ അവരെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അബൂ ലുഅ്ലുവും
ചില 2-3 മജൂസികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ എന്താ പറയാ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഇയാൾക്ക്, ഈ അബൂ ലുഅ്ലുക്ക്. അപ്പൊ അങ്ങനെ അനുവാദത്തോടെ അബൂ ലുഅ്ലുവിനെ മദീനന്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. അയാൾ എന്താക്കി ഉമർ റളിയല്ലാഹു അൻഹു വന്ന് കൊന്നതാണ്. അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല, അതും വലിയൊരു സംഭവമാണ്. പക്ഷെ ഈ അബൂ ലുഅ്ലു അൽ മജൂസി എന്ന് പറയുന്ന ആള് ഇയാളെ ഖബറിനെ ഇവര് പൊക്കി ഉണ്ടാക്കിയിട്ട് എവിടെ, ഇറാനില്, ഇവിടെ പോയിട്ട് അവർ അതിനെ ആരാധിക്കലും അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ഷിയാക്കളെ സ്ഥലം. അബൂ ലുഅ്ലു അൽ മജൂസി ഇവർക്ക് വലിയ ഹീറോ ആണ്. എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു കൊന്നതിനെ കൊണ്ട്. വല്ലാഹുൽ മുസ്തആൻ. ഇവരായിട്ടാണോ നമ്മൾ ഒന്നിച്ച് വരേണ്ടത്? മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാണോ ഒന്നിക്കേണ്ടത്? അബൂബക്കറും ഉമറിന്റെ മേലൊക്കെ ലാനത്ത് ചൊല്ലുന്നവര്, ഉമർ റളിയല്ലാഹു അൻഹു കൊന്ന ആളെ ദരീഹ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവര്, എല്ലാ വർഷം അബൂ ലുഅ്ലു അൽ മജൂസിന്റെ ഖബറിൽ പോയിട്ട് ഇവരെ ആഘോഷിക്കും. എന്നത്തെ ദിവസം? ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ദിവസം. നസ്അലുല്ലാഹു അസ്സലാമ വൽ ആഫിയ. ഇവരാണ് രക്ഷിതാവ് എന്ന് പറയുന്ന ആൾക്കാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നവരെ ആണ് ഈ പറയുന്ന റാഫിദികൾ എന്നാണ് മുസ്ലിം ഉമ്മത്തിലെ ആൾക്കാർക്ക് പലവർക്കും ഉള്ള അഭിപ്രായം. അപ്പോൾ ഈ സത്യാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന ഈ മുഹറത്തിന്റെ ദിവസങ്ങളിൽ ഇവർ ഈ പറഞ്ഞ സഹാബികളും ഖുലഫ അർ റാഷിദീന്റെ മേലെ ലാനത്ത് ചൊല്ലുന്നവരാണ് ഇവരൊക്കെ.